ഏറെ മുഖവരകളൊന്നും കൂടാതെ തന്നെ 2 തിരുവചന ഭാഗങ്ങൾ ആദ്യം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ആ തിരുവചന ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ഒരു തിരുവചന ചിന്ത നമുക്കൊന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ആദ്യം വായിക്കുന്നത് 1 യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 3-ന്റെ 1-ാമത്തെ വാക്യം. അത് നമുക്ക് വളരെ പരിചിതമായ വാക്യമാണല്ലോ. ഇങ്ങനെ കാണുന്നു: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. ഇനി എഫേസ്യർ ലേഖനം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, വളരെ പരിചിതമായ മറ്റൊരു വാക്യം. എഫേസ്യർ 5:1. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ഈ 2 വാക്യങ്ങളിലൂടെ നമ്മൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ച ചില പദമുണ്ട്. അത് മറ്റൊന്നുമല്ല. ഒന്ന് ദൈവമക്കൾ, മറ്റൊന്ന് പ്രിയമക്കൾ. ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. ദൈവമക്കളും പ്രിയമക്കളും. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നാം വളരെയധികം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. എന്നാൽ ഒന്നും കൂടെ നമ്മളൊന്ന് ഗഹനമായി ഒന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായി വരികയാണ്. നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ദൈവമക്കളാകുന്നത്. ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ എങ്ങനെയാണ് ദൈവമക്കളായി തീർന്നതെന്ന് ചോദിച്ചാൽ 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. അധികം വിശദീകരണം കൂടാതെ ഞാൻ മുന്നോട്ട് പോകട്ടെ. എന്താണ് 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, വീണ്ടും ജനനം നടക്കുന്നതോടു കൂടിയാണ് നാം ദൈവമക്കളാകുന്നത്. വീണ്ടും ജനിച്ചവര് ദൈവമക്കളാണ്, സംശയമില്ല. മറ്റൊന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ദൈവമക്കളാകുന്നതിനെ കുറിച്ചുള്ള 2-ാമത്തെ വാക്യം ഇതാണ്. നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അത് വിശദമായി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. എങ്ങനെയാണ് ദൈവത്തെ കൈക്കൊള്ളുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതായത് ദൈവമക്കളാകുന്നത് എങ്ങനെയാണ്, ആ വീണ്ടും ജന്മം നടക്കുന്നത് എങ്ങനെയാണ്, ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് അധികം ശ്രദ്ധ കൊടുക്കാതെ മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. എന്നാൽ 3-ാമതൊരു കാര്യം പറയുന്നത്, ദൈവമക്കളാകാനുള്ള ഒരു വ്യവസ്ഥ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ: സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്ന ആളുകൾ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ദൈവമക്കൾക്ക് ദൈവം ഒരുക്കിയ ഒരു വഴിയാണ്. അവരെ ദൈവം അംഗീകരിക്കുന്നു, അവരെ ദൈവം ദത്തെടുക്കുന്നു, അവരെ ദൈവം വീണ്ടെടുക്കുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. അങ്ങനെ നാം ദൈവമക്കളാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നു. എന്നാൽ എഫേസ്യർ ലേഖനത്തിൽ വരുമ്പോൾ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ആ ലെവലിൽ നിന്നാൽ പോരാ, ദൈവമക്കൾ എന്ന പദവിയിൽ നിന്നാൽ പോരാ, അതിനപ്പുറത്ത് പ്രിയ മക്കൾ ആയി നമ്മൾ തീരണം എന്നാണ് പറഞ്ഞത്. ഒരു ദൈവമക്കൾ എന്ന സ്റ്റാറ്റസിൽ നിന്ന് ഒരല്പം ഉയർച്ച നമ്മൾ പ്രാപിക്കേണ്ടത്. അത് നമുക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ദൈവത്തിന്റെ പ്രിയ മക്കളാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച്, പെന്തക്കോസ്തുകാരെ കുറിച്ച് ലോക മനുഷ്യർ പലപ്പോഴും പറയാറുണ്ടല്ലോ: നിങ്ങൾ ദൈവത്തിന്റെ വളരെ അടുത്ത ആളുകളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത ആൾക്കാരായാൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, കാരണം നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത ആളുകളാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്താറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ അനുഭവം എന്താ? നമ്മൾ ദൈവത്തിന്റെ പ്രിയ മക്കളാണോ എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ട സമയമാണിത്. നാം ദൈവത്തിന്റെ പ്രിയ മക്കളായി തീർന്നിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ അനുഭവം എന്ന് നമ്മളൊന്ന് ശോധന ചെയ്യണം. പക്ഷെ നമുക്കൊരു അറിവുണ്ട്. നമ്മളിത് പ്രസംഗം ധാരാളം കേട്ടതുകൊണ്ട് നമുക്ക് ഒത്തിരി അറിവുണ്ട്. ദൈവമക്കളായാൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ പ്രിയ മക്കളായി കഴിഞ്ഞാൽ അവര് സാമ്പത്തികമായി ഒത്തിരി ഉയർച്ച പ്രാപിക്കും. അത് മാത്രമല്ല, അവർക്ക് ഒത്തിരി സ്ഥാനമാനങ്ങളും ഇവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലയും കിട്ടുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത് കാരണം നമുക്കും ആഗ്രഹമുണ്ട് എങ്ങനെ ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. സംശയമില്ല. അതായത് ദൈവദാസന്മാരൊക്കെ പറയുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. അതായത് പ്രിയ പുരുഷനായിരുന്നു ദാവീദ്. പ്രിയ പുരുഷനായ ദാവീദിനെ ആടിനെ മേയ്ക്കുന്നിടത്തുനിന്ന് കൊണ്ടുവന്ന് സിംഹാസനത്തിൽ കൊണ്ടുവരുത്തി. അങ്ങനെയാണെങ്കിൽ നമ്മളും പ്രിയ മക്കളാകുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഈ ലോകത്തിലെ ഉന്നതമായ സ്ഥാനമാണ്, അല്ലെങ്കിൽ ഉന്നതമായ ജോലിയാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ദാനിയേലിനെ കുറിച്ച്, ഏറ്റവും പ്രിയനായ ദാനിയേലിനെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് ആവേശം ജനിക്കാറുണ്ട്. എന്താ കാരണം? ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ പറയുന്നത്: ആ രാജ്യത്തും ഭരിക്കുന്ന, ദേശം ഭരിക്കുന്ന അധ്യക്ഷന്മാരിൽ പ്രധാനിയാക്കി ഉയർത്തിയ ദൈവത്തിന്റെ പദ്ധതി. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ആവേശം തോന്നുന്നുണ്ട്. കർത്താവിന്റെ പ്രിയപ്പെട്ടവനാണെങ്കിൽ ഒരു ദേശത്തിലെ തന്നെ ആ ഭരിക്കുന്ന ആ പ്രിയപ്പെട്ടവരിൽ തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരു കണക്കിൽ പറഞ്ഞാൽ രാജ്യത്തെ 2ാമൻ എന്ന പദവിയിലെങ്കിലും എത്താനായിട്ട് സാധിച്ചു ആ പ്രിയപുരുഷനെ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ അടുത്ത സ്നേഹിതനായിരുന്നു അബ്രഹാം. അടുത്ത സ്നേഹിതനായിരുന്ന അബ്രഹാമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബഹുസമ്പന്നനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്.
ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും തോന്നുന്നുണ്ട് എങ്ങനെയും കർത്താവിൻ്റെ അടുത്ത് ആ പ്രിയപ്പെട്ടവനായിട്ടൊന്ന് മാറിയാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കാമല്ലോ എന്ന് കാണാനായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനോട് വലിയ താല്പര്യം തോന്നുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഉള്ള പദവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളായതുകൊണ്ട് നമുക്ക് കുറേ അനുഗ്രഹങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. ഗലാത്യ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, 4-6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാനായിട്ട് കഴിയുന്നു. ഗലാത്യ ലേഖനം 4-6-7 വാക്യങ്ങൾ. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവികതത്താൽ അവകാശിയുമാകുന്നു. അപ്പോൾ മക്കളാണെങ്കിൽ കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ട്. അതിങ്ങനെയാണ്, നമുക്ക് അപ്പാ പിതാവേ എന്ന് നമുക്ക് പിതാവിനെ വിളിക്കാം. പിതാവായ ദൈവത്തെ നമുക്ക് അതിന് വിളിക്കാനുള്ള അവകാശം കിട്ടി. പഴയ നിയമ ഭക്തന്മാർക്ക് ഒരു ദാസത്തിന്റെ ആത്മാവായിരുന്നു, ഒരു ദാസനോട് ഇടപെടുന്നത് പോലെയായിരുന്നു പിതാവ് ഇടപെട്ടിരുന്നത്. എന്നാൽ അതൊന്നും വ്യത്യസ്തമായി നമുക്ക് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അപ്പനോട് പറയാനുള്ള ഒരു അവകാശം തന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് പുത്രത്വം തന്നു. ദൈവത്തിന്റെ മക്കളായിട്ടൊരു അംഗീകാരം കിട്ടിയത് വലിയ നേട്ടമാണ്. അതിന്റെ അനുഗ്രഹമാണ് അടുത്ത വാചകത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, പിതാവിന്റെ സകലത്തിൽ നമുക്ക് അവകാശം കിട്ടി എന്ന് പറഞ്ഞാൽ നിത്യജീവൻ അവിടെയുള്ള ഒരു വലിയ അവകാശമാണ്. അതുപോലെ തന്നെ സ്വർഗീയ ഭവനം ഒക്കെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പം മക്കളെന്ന പദവി ഒട്ടും മോശമല്ല. മക്കളെന്ന പദവിയിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വലുതാണ്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രിയ മക്കളാകുക എന്നതാണ്. പ്രിയ മക്കളാകുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പക്ഷേ നമ്മുടെ വികലമായ ചിന്തകളാണ് പലപ്പോഴും പരാജയം വന്നിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ഉന്നതമായ സ്ഥാനം ലഭിക്കും, അല്ലെങ്കിൽ ഒത്തിരി ഭൗതിക നന്മകൾ ലഭിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? ഈ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രിയ മക്കളുടെ അനുഭവം എന്താണ്? അതൊന്ന് വിശകലനം ചെയ്യണമെന്നാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ധ്യാനിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പ്രിയ മക്കളായ ചിലവരുടെ അനുഭവങ്ങളൊക്കെ എടുത്ത് ഒന്ന് ധ്യാനിച്ച് ആ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മുന്നേറണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുത്താം. പഴയ നിയമത്തിൽ നിന്ന് ഒരാളെ പരിചയപ്പെടുത്താം. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാൻ പോവുകയാണ്. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ബെന്യാമിനെ കുറിച്ച് അവൻ പറഞ്ഞത്. ബെന്യാമിനെ കുറിച്ചുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും. താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു, അവന്റെ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നു. അതായത് മോശയുടെ നിര്യാണകാലം അടുത്ത സമയത്ത് മോശ ഇസ്രായേൽ ഗോത്രങ്ങളെ അനുഗ്രഹിച്ച് പറയുന്ന വാക്യങ്ങളാണ് ഈ വായിച്ചത്. അങ്ങനെ അനുഗ്രഹിച്ച് പറയുന്ന വാക്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ബെന്യാമിനെ അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ ബെന്യാമിനെ കുറിച്ച് മോശ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ യഹോവയ്ക്ക് പ്രിയൻ. ഓ, ഇഷ്ടപ്പെട്ടു. യഹോവയ്ക്ക് പ്രിയനായിരുന്നു ആര്? ബെന്യാമിൻ. ആ ഒരു പദവി, ആ ഒരു അനുഗ്രഹം, ആ ഒരു സാക്ഷ്യം അത് നമ്മൾ പ്രാപിക്കണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ ഒരു പ്രിയനായിട്ട്, ഏറ്റവും പ്രിയപ്പെട്ട, കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായിട്ട് നമ്മളൊന്ന് മാറുക. ഓ, എത്ര ഭാഗ്യകരമായ പദവിയാണ്. പക്ഷേ മോശ പറയുന്നു, അങ്ങനെ അവൻ പ്രിയനായതുകൊണ്ട് അവന് ലഭിക്കാൻ പോകുന്ന 3 അനുഗ്രഹങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രിയനായാൽ കിട്ടാൻ പോകുന്ന 3 അനുഗ്രഹങ്ങൾ. നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ ധനവും മാനവും സ്ഥാനവും പദവിയും ഒന്നും അല്ല ഇവിടെ മോശ പറയുന്നത്. ഭക്തനായ മോശ, പ്രതിപുരുഷനായ മോശ പറയുന്ന കാര്യം മറ്റു 3 കാര്യങ്ങളാണ്. അത് പറയുന്നത് ഒന്ന് ഇതാണ്, അവൻ തൽസന്നിധിയിൽ നിർഭയം വസിക്കും. അവൻ ഭയം കൂടാതെ ജീവിക്കാനുള്ള ഒരു അധികാരം കിട്ടും. കാരണം ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനാകുമ്പോൾ നമ്മുടെ പേടി മാറും. കാരണം എന്താ? കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, അവൻ നമ്മുടെ അടുത്തുണ്ട്, അവന്റെ അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവന് ഭയപ്പെടാനൊന്നുമില്ല. 1000 പേര് വീണാലും 10,000 പേര് ഓരോ വശത്ത് വീണാലും പേടിക്കുകയില്ല. കാരണം അവന് ഒരു ധൈര്യം കിട്ടുന്നു. അതൊരു സത്യമാണ്. യഹോവയുടെ പ്രിയനായി അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രിയനായി മാറുന്നവർക്ക് നല്ല ഒരു ധൈര്യമുണ്ട്. പകൽ പറക്കുന്ന അസ്ത്രത്തെയോ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയോ ഒന്നും പേടിക്കാനില്ല. അവർക്കൊരു ധൈര്യം കിട്ടുന്നു എന്നത് ഇവിടെ മോശ വ്യക്തമാക്കുകയാണ്. രണ്ടാമത് പറഞ്ഞത് എങ്ങനെയാണ്? ദൈവം അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളും. അത് ഈ പറഞ്ഞത് ശരിയാണ്. ഈ ധൈര്യത്തിന്റെ പിന്നിൽ കിടക്കുന്ന സത്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം മറയ്ക്കുന്നതാണ്. ദൈവം അവരെ മറയ്ക്കുന്നു എന്നതാണ് കാണുന്നത്. മൂന്നാമത്തത്, ദൈവത്തിന്റെ പർവ്വതത്തിന്റെ മധ്യേ അധിവാസം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള അതിന്റെ മധ്യത്തിൽ തന്നെയുള്ള ഒരു സ്ഥാനം ഇവർക്ക് കിട്ടുന്നു. ഈ 3 അനുഗ്രഹങ്ങളൊക്കെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. അത് നമ്മളൊന്ന് ഷോർ ചെയ്ത് നോക്കിയാൽ, നമ്മളൊന്ന് വിചിന്തനം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ശരിയാണോ? ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലിനോട് ചോദിക്കാം, ദാനിയേലേ ശരിയാണോ ഈ ബെന്യാമിന് കൊടുത്ത അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാനൊരു പ്രിയപ്പെട്ടവനാണല്ലോ. കർത്താവ് പറഞ്ഞു ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദാനിയേലിന്റെ ജീവിതത്തിൽ ഇത് കാണണ്ടേ? ശരിയാണ്. ദേഹവിരോധമായിട്ടിരിക്കുന്ന സമയത്തും ദാനിയേലിന് പേടിയൊന്നും വന്നില്ല.
അവൻ ദിവസം ചെയ്തു വരുന്നത് പോലെ തന്നെ പ്രാർത്ഥിച്ചു. ഭയമില്ല, നിർഭയമാ. സിംഹക്കുഴി ഉണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴും ദാനിയേലിന് ഭയം വന്നില്ല. കാരണം എന്താ? അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാ, ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് അവന് ഭയം തോന്നിയില്ല. വായിക്കുന്ന നമുക്കൊരു ഭയം തോന്നും, കേൾക്കുന്ന നമുക്ക് ഒരു ഭീതി തോന്നും. എന്ത് എന്ന് തോന്നുന്ന ഒരു ഭയം തോന്നുന്നെങ്കിലും ഭക്തന് അത് തോന്നുന്നില്ല. അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ദൈവം അവനെ മറച്ചുകൊള്ളും. അത് ശരിയാണെന്ന് വെച്ചാൽ ദാനിയേലിന്റെ കാര്യത്തിൽ 100% ശരിയാണ്. അല്ലേ? സിംഹക്കുഴിയിലെ സിംഹം കാണാതെ വണ്ണം മറച്ച ദൈവത്തിന്റെ കൃപയൊന്ന് ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ സ്തുതിക്കും. അപ്പൊ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർക്കുള്ള അനുഗ്രഹം തന്നെയാണ് ദൈവം എല്ലായ്പ്പോഴും മറയ്ക്കുന്നത്. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, ശത്രുവിടുന്ന പദ്ധതികളുടെ മധ്യത്തിൽ അവരെ മറച്ചു സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ പ്രിയ മക്കൾക്ക് ലഭിക്കുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മൂന്നാമത് നമ്മൾ കണ്ടത് ഇനിയാണ്, ആ വിശുദ്ധ പർവ്വതത്തിന്റെ മധ്യയുള്ള ഒരു സ്ഥാനം പറയുന്നുണ്ടല്ലോ. ശരിയാണ്, ദാനിയേലിന്റെ ജീവിതത്തിൽ ആ വിശുദ്ധ പർവ്വതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവന് കാണിച്ചു കൊടുത്ത് അവനെ ഒരു ദർശകനാക്കി മാറ്റിയത് നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി വേണ്ട, ചോദിക്കാം, ഏറ്റവും പ്രിയപ്പെട്ടവനായ ദാവീദിനോട് ചോദിക്കാം. ദാവീദിന്റെ ജീവിതത്തിൽ ഇത് ശരിയാണ്, ഈ 3 അനുഗ്രഹങ്ങൾ ശരിയാണ്. എന്താണ് കാര്യം? ശത്രു പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോഴും ദാവീദ് പറയുന്നത് എന്താ അറിയോ? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? കണ്ടോ, ദാവീദിന് പേടിയില്ലെന്നാ പറയുന്നത്. പല വാക്യങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ടതില്ല. ശത്രു വന്നോട്ടെ, അവൻ പിന്നാലെ എൻ്റെ പ്രാണനായി പതിയിരിക്കുമ്പോഴും എനിക്ക് ധൈര്യമുണ്ടെന്ന് ദാവീദിന് പറയാൻ കഴിയുന്നത് കാരണം അവൻ ദൈവത്തിന്റെ പ്രിയനായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ദാവീദിനെ മറച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദിനെ പലവട്ടം ദൈവം മറച്ചു. കാരണം എന്നറിയോ? ശത്രുവിന്റെ മുമ്പിൽ വെച്ച് ദൈവം നമ്മെ മറയ്ക്കുന്ന വിധങ്ങൾ ഓർത്താൽ നമ്മളും ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവമക്കളെ, നമുക്കിന്ന് ആവശ്യം അത് തന്നെയല്ലേ? ശത്രു ഉന്നം വെച്ച് നടക്കുക, ആരെ വീഴിക്കേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട്, ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട്, ആരെ തെറ്റിക്കേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്ടനായോ നടക്കുമ്പോൾ അവന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നമ്മെ മറയ്ക്കുന്ന ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ നാം രക്ഷപ്പെടും. അത് ദൈവത്തിന്റെ പ്രിയ മക്കളാണെങ്കിൽ ലഭിക്കുന്ന അനുഗ്രഹമാണ്. ദാവീദിന് ആ അനുഗ്രഹം ലഭിച്ചു. ഇനി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ 3ാമത്തെ അനുഗ്രഹവും ദാവീദിനുണ്ടായിരുന്നു. ആ ആത്മീക പർവ്വതത്തിൽ നടക്കുന്ന പല ദർശനങ്ങളും ദൈവം ദാവീദിന് കാണിച്ചു കൊടുത്തു. മശിഹായെ കുറിച്ചുള്ള ദർശനങ്ങൾ ധാരാളം കൊടുത്തു. ഇതെല്ലാം ലഭിച്ച ദാവീദ് ഒരു പ്രവാചകനായി മാറി. ശരിയാണോ? സംശയിക്കേണ്ട. ദൈവത്തിന്റെ പ്രിയ മക്കളായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഈ 3 അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഞാനും അതിലെ വലിയ സന്തോഷമുള്ളതാണ്. നാം കേട്ട തിരുവചനം അല്ലെങ്കിൽ നാം മുമ്പ് ചിന്തിച്ചിരുന്ന ചിന്തകളെക്കാളൊക്കെ ഉപരിയായി ലഭിക്കാൻ പോകുന്ന ആത്മീക അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കാനിട വന്നു. എന്നാൽ പലർക്കും ഈ ആത്മീക അനുഗ്രഹമൊന്നും വേണ്ട. ഭൗതികമായ അനുഗ്രഹമായിരുന്നെങ്കിൽ നമുക്ക് പലപ്പോഴും വാഞ്ച വന്നേനെ, എങ്ങനെയും ദൈവത്തിന്റെ പ്രിയമക്കളാണ്. അതല്ലേ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ആഗ്രഹം ഈ ഭൂമി ജീവിക്കുമ്പോൾ കുറെ ഭൗതിക നന്മകൾ വേണമെന്ന്. നമുക്കൊന്നും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ചിന്തകളൊക്കെ ഒന്ന് മാറി നമ്മുടെ ദൈവസന്നിധിയിൽ ഒന്നും കൂടെ വിനയപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ വിഷയത്തെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. പുതിയ നിയമത്തിലെ കർത്താവിന്റെ പ്രിയപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നല്ലോ, അവരോട് നമുക്ക് ചോദിക്കാം, കർത്താവിന്റെ പ്രിയപ്പെട്ട ആളുകൾ അവരനുഭവിച്ച ആത്മീയ നന്മ എന്തായിരുന്നു? അവർക്ക് കിട്ടിയ അനുഗ്രഹം എന്താണെന്ന് നമുക്കറിയണ്ടേ? എങ്കിൽ നമുക്കൊന്നും കൂടെ ഇതിനെക്കുറിച്ച് വാഞ്ചിക്കാനും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഞാൻ കർത്താവിന് പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കർത്താവിന് പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരുണ്ടായിരുന്നല്ലോ, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. അവരെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം. എപ്പോഴും കർത്താവിൻ്റെ കൂടെ നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ പ്രിയപ്പെട്ടവരെ കുറിച്ച് നമുക്കറിയാം. ആ ഭാഗം ഒന്ന് വായിച്ച് നമുക്ക് ധ്യാനിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എന്നാൽ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അവിടെ നിന്ന് കാണാനായിട്ട് കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിന്റെ 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് ചാപ്റ്റർ 9 വേഴ്സ് 28 to 36. അതാണ് നമ്മുടെ ധ്യാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ആ ധ്യാനത്തിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഒരു 6-7 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ചിന്തയിലേക്ക് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കർത്താവിന് പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരെയും കൊണ്ട് കർത്താവ് ഉയർന്ന ഒരു മലയിലേക്ക് പോയി അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യമാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതൊന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കുറെ ആത്മീക പാഠങ്ങളുണ്ട്. അതാണ് ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്. കർത്താവിന്റെ പ്രിയപ്പെട്ടവരാണെങ്കിൽ കർത്താവ് അവരെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കും. ഒന്നാമത്തെ കാര്യം അതാ. കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളുടെ ഒന്നാമത്തെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പ്രാർത്ഥനാ ജീവിതമുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പ്രിയ മക്കളാണെങ്കിൽ അവരുമായി പ്രാർത്ഥിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ മനസ്സിലാക്കാം, കർത്തൃ സാന്നിധ്യം അനുഭവിച്ചുള്ള പ്രാർത്ഥന നടത്തുന്നവരാണ് കർത്താവിന്റെ പ്രിയ മക്കൾ. പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യം ഒന്നും അനുഭവിക്കാതെ എന്തോ ഒരു ലിസ്റ്റ് നിരത്തി അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകുന്നവരെ സംബന്ധിച്ച് അവർ പ്രിയ മക്കൾ എന്ന പദവിക്ക് യോഗ്യരല്ല. അവർ പ്രിയമക്കളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ കഴിയും. ഈ തിരുവചന ഭാഗത്ത് കൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, കർത്താവിന്റെ പ്രിയ മക്കളാണെങ്കിൽ അവർക്ക് പ്രാർത്ഥനയ്ക്കൊരു കൊതിയുണ്ട്. ഇത് എളുപ്പമല്ല കാര്യം.
കർത്താവ് പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോൾ കൂടെ പോകാൻ ഈ 3 പ്രിയപ്പെട്ടവരും തയ്യാറാണ്. എല്ലാ ശിഷ്യന്മാരും ഒന്നും ഇല്ലെന്നേ. കാരണം എന്താ അറിയോ, നമുക്ക് താല്പര്യം അപ്പക്കൊട്ട എടുത്തുകൊണ്ടുപോയി എല്ലാവർക്കും വിതരണം ചെയ്യാനാ. ഒന്ന് ആളാവാൻ പറ്റുകയാണെങ്കിൽ അതാ നല്ലത്. അപ്പക്കൊട്ട കൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്ത് നന്നായിരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു നല്ല വാക്യങ്ങളൊക്കെ കേൾക്കാൻ, അതിനൊക്കെ അത്ര ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്. കുറച്ച് അപ്പക്കഷ്ണങ്ങൾ വിതരണം ചെയ്യുക, ആ വറുത്ത മീനൊക്കെ വിതരണം ചെയ്യുമ്പോൾ ഉള്ള ഒരു സന്തോഷം, എല്ലാവരും ഇടയിൽ കൂടെയൊക്കെ ഒക്കെ നടന്ന് എല്ലാവരെയും ഒന്ന് ആശീർവദിച്ച് സന്തോഷമൊക്കെ ഒന്ന് പറഞ്ഞു നടക്കാൻ ആ ശുശ്രൂഷയൊക്കെ നമുക്ക് ഇഷ്ടമാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത്, പ്രിയ മക്കളിലൂടെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ, അവർ കർത്താവുമായി സംഭാഷിക്കണം, കർത്താവുമായി സംസാരിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്നാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പ്രിയമക്കളാണെങ്കിൽ കർത്താവ് അവരുമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത് നമ്മൾ കാണാൻ കഴിയുന്ന കാര്യം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു താഴ്ന്ന ലെവലിലുള്ള പ്രാർത്ഥന പോരാ, അല്ലേ? നമുക്കറിയാം, ജാതികൾ പ്രാർത്ഥിക്കുന്നത് പോലെ വീണ്ടും വീണ്ടും ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോരാ. ആ ലെവലിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു ആത്മീയ വളർച്ച പ്രാപിക്കണം. ഇവിടെ പറയുന്നത് പ്രാർത്ഥിക്കാൻ താഴെ നിന്നാൽ പോരാ, ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ ഒരു ആത്മീക നിലവാരത്തിൽ ഒരു ഉയർച്ച പ്രാപിച്ചവർക്കാണ് ഈ പ്രിയ മക്കൾ എന്ന പദവിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു ആത്മീകമായ ഒരു ഉയർച്ച ആവശ്യമാണ്. എന്താണ് അതിന് പറയാൻ കാരണം എന്നറിയും? ആത്മീകമായ ഉയരത്തിലേക്ക് നമ്മൾ ചെല്ലും തോറും എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമി ചെറുതായി തോന്നും. ഈ ഭൂമിയിലെ പ്രശ്നങ്ങളും ഈ ഭൂമിയിലെ ഭാരങ്ങളും നമുക്ക് വലുതായി ഇരിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ ഏകാഗ്രത കിട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്നത് അവനുമായിട്ട് അടുത്ത ബന്ധം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയുടെ ചിന്ത, പ്രപഞ്ച മോഹങ്ങൾ നമ്മളെ ഒന്ന് വർജിക്കണം. ഇതിന് ഒറ്റ വഴിയുള്ളൂ, ആത്മീകമായ നിലവാരം എപ്പോൾ നമുക്ക് ഉയരുന്നുവോ അപ്പോൾ തന്നെ നമ്മുടെ ഭൂമി നമ്മുടെ മുന്നിൽ ചെറുതായി തോന്നും. ഈ പ്രപഞ്ചം ഒന്നുമല്ലെന്ന് തോന്നും, ഇവിടുത്തെ കാര്യങ്ങളും ഒന്നുമല്ലെന്ന് തോന്നും. ഇതാണ് ദൈവമക്കളുടെ, പ്രിയ മക്കളുടെ മൂന്നാമത്തെ ലക്ഷണം. നമുക്ക് ഇപ്പോഴും ഈ ഭൂമി വലുതായി തോന്നുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട, നമ്മൾ പ്രിയ മക്കൾ എന്ന പദവിയിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു തിരുത്തൽ ആവശ്യമാണ്. ഒരു ആത്മീകമായ ചില പടവുകൾ മുന്നോട്ട് കയറുവാനായിട്ട് പ്രിയ ദൈവമക്കളെ നാം ഒന്ന് ഉത്സാഹിക്കണം. ഇല്ലെങ്കിൽ ഈ പ്രിയമക്കളെ എന്ന പദവിയിൽ നിന്ന് നാം അന്യപ്പെട്ടു പോകും. നമുക്ക് മക്കൾ എന്ന പദവിയിൽ നിന്ന് താഴോട്ട് പോയാൽ നമ്മുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ അനാഥരായി മാറും. അനാഥത്വം കൊണ്ടു നടക്കുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നും ഒരു ദാസന്റെ അനുഭവം അല്ലെങ്കിൽ ഒരു യാചകന്റെ അനുഭവമാണ് അനാഥത്വത്തിന് കൊടുക്കുന്നത്. അവിടേക്കെല്ലാം ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മീക നന്മകൾ പ്രാപിച്ച് മുന്നേറണമെങ്കിൽ ഒരു ആത്മീക ഉയരങ്ങൾ കീഴടക്കുവാനായിട്ട് ശ്രമിക്കണം. ആത്മീക ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ അനുഭവം അവന് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിയുന്നു. തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അതാണ് അവിടെ വിജയമായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. നാലാമത്തെ കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, അവിടെ കാണുന്നത് പ്രാർത്ഥനയിൽ ദൈവിക തേജസ് വെളിപ്പെട്ടു. ആ തിരുസാന്നിധ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്കൊരു മാറ്റം വരണം. പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ മുഖം വാടിയിട്ട്, പ്രാർത്ഥന കഴിഞ്ഞിട്ട് മുഖം വാടിയതെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പ്രയോജനപ്പെട്ടിട്ടില്ല. നമുക്കറിയാമല്ലോ, അന്ന സഹോദരിയുടെ പ്രാർത്ഥന പ്രയോജനപ്പെട്ടപ്പോൾ അവളുടെ മുഖം പിന്നെ വാടിയതുമില്ലെന്ന് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊരു തേജസ് നിഴലിടണം. കർത്താവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത പറയുന്നുണ്ട്, തന്റെ മുഖഭാവം മാറി എന്നാണ് പറയുന്നത്. പ്രാർത്ഥന മൂലം മുഖത്തിന്റെ ഭാവം മാറി. തീർച്ചയായിട്ടും പ്രിയ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രാർത്ഥന കഴിഞ്ഞാൽ അവരുടെ മുഖഭാവം മാറും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു ദൈവദാസൻ കൃപയിലേക്ക് വന്ന് ആ ദൈവഭക്തനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, അപ്പം തന്നെ അവിടെയുള്ള എല്ലാ അന്തരീക്ഷം മാറും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. ആ പ്രിയമകന് വലിയ കൃപാവരങ്ങളൊന്നും ഞാൻ ദർശിച്ചിട്ടില്ല. പക്ഷെ ആ പ്രിയമകൻ വലിയ പ്രസംഗിനൊന്നും അല്ലായിരുന്നു. പക്ഷെ ആ പ്രിയമകനെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മതി. 4 സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ തൻ്റെ മുഖം മാറുകയെന്നല്ല, അവിടെ പ്രാർത്ഥനയ്ക്ക് ആരൊക്കെ ഉണ്ടോ അവിടെ അന്തരീക്ഷം മുഴുവൻ മാറുക. എന്തോ ഒരു ദൈവിക തേജസ് അവിടെ വന്നിറങ്ങിയതുപോലെ അനുഭവിക്കാറുണ്ടായിരുന്നു. ദൈവമക്കളെ, ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്കൊരു മാറ്റം വേണ്ടേ? ഈ കാലഘട്ടത്തിലും നമുക്കൊരു മാറ്റം ഇനിയും ആവശ്യമില്ലേ? സാക്ഷ്യവചനത്തിലൂടെ ഓർത്തല്ലോ, പലരും കൊതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വരവിന് വേണ്ടിയുള്ള വാഞ്ച അവർ അറിയിച്ചു. ആ പ്രിയനോട് ചേർന്നുള്ള വാസമാണ് വലുതെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനോടൊന്ന് പ്രിയപ്പെട്ടവരായി മാറണമെന്നത് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിന്റെ ആത്മീക നന്മകൾ പ്രാപിക്കാൻ കഴിയും. എങ്ങനെയാണ് ഇത് കഴിയുന്നത്? അതിനുള്ള വഴിയാണ് പറഞ്ഞത്. ദൈവമക്കളെ, ചില ആത്മീയ ഉയരങ്ങൾ മുന്നോട്ട് കയറി നാം ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിലെ മാറ്റമാണ് നമ്മെ പ്രിയ മക്കളാക്കി മാറ്റുന്നത്.
അങ്ങനെ ദൈവം നമ്മെ പ്രിയമക്കളാക്കി മാറ്റുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മുഖഭാവം തന്നെ മാറുക തന്നെ ചെയ്യും. അതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ മുഖഭാവം മാറുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ മനസ്സിലാക്കാൻ കഴിയും അവർ ദൈവത്തിന്റെ പ്രിയ മക്കളാണെന്ന്. പിന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അവര് ഈ പ്രാർത്ഥനയിൽ ദിവ്യ ദർശനങ്ങൾ പ്രാപിക്കുകയാണ്. അവിടെ കാണുന്നല്ലോ, അവരാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോശയും ഏലിയാവും അവരെ മധ്യത്തിൽ വരുന്ന ദർശനമൊക്കെ കിട്ടുകയാണ്. ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് കേൾക്കുന്നത് അല്ലേ. ദൈവശബ്ദം കേൾക്കുകയാണ്, അല്ലെങ്കിൽ ആ ദർശനം കിട്ടുകയാണ്. പക്ഷെ ആ ദർശനത്തിന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്താ കാര്യം എന്നറിയാമോ? ഈ ദർശനം വഴി ഒരു വലിയ പ്രത്യാശയാണ് പ്രിയ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത്. ദൈവമക്കളെ, നമുക്ക് വലിയ പ്രത്യാശ കിട്ടും ഇങ്ങനെ സ്വർഗീയ ദർശനം കിട്ടിയാൽ. എന്താ ഇതിന്റെ ആ ദർശനത്തിൽ കിട്ടുന്ന ഒരു പ്രത്യാശ എന്താണെന്നറിയാമോ? നോക്ക്, ഈ ഭൂമി വിട്ടു പോയവരാണ് മോശയും ഏലിയാവും. ഈ രണ്ടുപേരും ഭൂമി വിട്ടു പോയവരാണ്. എന്നാൽ ഭൂമി വിട്ടവർ പോയെങ്കിലും അവരുടെ ജീവിതം നഷ്ടപ്പെട്ടില്ലെന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണെന്നറിയാമോ? അവര് ഭൂമി വിട്ടു പോയപ്പോ അവരിപ്പോ കർത്താവിനോട് കൂടിയാന്ന്. ദൈവമക്കളെ, നമുക്ക് വരുന്നൊരു പ്രത്യാശ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ ഭൂമി വിട്ടു പോയാൽ നമുക്ക് ലഭിക്കുന്ന അനുഭവം നാം അവനോടുകൂടെ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടെ. ഈ വലിയ ദർശനമാണ് അവർക്ക് കൊടുത്തത്. ഇത് അവരിൽ വ്യക്തിയ പ്രത്യാശ. ആ പ്രത്യാശ ഒന്ന് ഓർത്ത് നോക്കൂ. കർത്താവിനോട് കൂടെയുള്ള വാസമാണ് പിന്നീടുള്ളതെന്ന് കാണാനായിട്ട് കഴിയുന്നു. കർത്താവിനോടൊപ്പം മുന്നോട്ട് പോകുന്നു. നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, അതിനപ്പുറത്ത് അക്കരെയും ഒരു പ്രത്യാശയുണ്ട്. ഈ മരണം വന്ന് നമ്മളെ കീഴടക്കിക്കോട്ടെ. ഒരു വേർപാട് നമുക്കുണ്ടാകുന്നു. ഏതാ? ഭൂമിയിൽ നിന്നുള്ളൊരു വേർപാട്, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ളൊരു വേർപാട്. ശരിയാ, പക്ഷെ നമുക്കൊരു വലിയ കൂട്ടായ്മയാണ് ലഭിക്കാൻ പോകുന്നത്. നാം കൊതിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ അവനോടുകൂടെ. നമ്മുടെ ജീവിതം പരാജയപ്പെടുകയില്ല. ഒരു വലിയ ദർശനം, ആ ദർശനത്തിലൂടെ ലഭിക്കുന്ന ഒരു പ്രത്യാശയാണ് പ്രിയമക്കളെ നയിക്കുന്നത്. ദൈവമക്കളെ, നമ്മൾ പ്രത്യാശ നിർഭരമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അവന്റെ പ്രിയ മക്കളായി മുന്നോട്ട് പോകണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും നിരാശപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും ക്ലേശിതരായി തീരുന്നതിന് കാരണം? നമ്മൾ ഇപ്പോഴും മക്കളെന്ന പദവിയും പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ അവിടെ നിന്ന് ഒരു ഉയർച്ച പ്രാപിച്ച് പ്രിയ മക്കൾ എന്ന പദവിയിലേക്ക് വരുന്നതോറും നമ്മുടെ നിരാശകൾ പൂർണ്ണമായും മാറും. മാത്രമല്ല, നമ്മുടെ പ്രത്യാശ പുതുക്കപ്പെടും. വലിയ പ്രത്യാശയ്ക്ക് വേണ്ടുന്ന ദർശനങ്ങളാണ് പ്രാർത്ഥനയിലൂടെ ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഈ ദർശനങ്ങളല്ലേ നമ്മെ നയിക്കുന്നത്? തിരുവചനത്തിന്റെ മർമ്മങ്ങൾ, അതിന്റെ പ്രകാശനങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെടാനായിട്ട് കഴിയും. അടുത്തത് ഞാൻ പറയാം. പ്രിയ മക്കളാണെങ്കിൽ അവർ ദൈവശബ്ദം കേൾക്കും. അവര് ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. കർത്താവിനെ കുറിച്ച് പിതാവായ ദൈവം പറഞ്ഞതാ. ഞാൻ പറയട്ടെ, പ്രിയ മക്കൾ ആരാണെങ്കിലും അവരോട് ദൈവം നേരിട്ട് പറയും, നീ എൻ്റെ പ്രിയപുത്രനാണ്. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ എന്നല്ലേ വിളിച്ച്? ഒന്ന് ശ്രദ്ധിക്കൂ. എന്നെങ്കിലും ഈ വിളി കേട്ടോ? നമ്മുടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ എന്തെങ്കിലും കർത്താവ് വിളിക്കുന്ന ഈ വിളി കേട്ടോ? കർത്താവേ, ഞാൻ കൊതിക്കുന്നെന്ന് പറയാൻ തോന്നുന്നുണ്ടോ? അപ്പാ, ഈ വിളി ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ നാഥാ. എപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് എൻ്റെ അടുത്തിരുന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞാൽ അതാണ് വിജയം. അതാണ് ജീവിതത്തിലെ വിജയം. ക്രിസ്ത്യ ജീവിതത്തിന്റെ വിജയം അതാണ്. അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങാമോ? കർത്താവേ, അങ്ങയോട് പ്രിയപ്പെടുവാൻ, അങ്ങയുടെ പ്രിയനായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബെന്യാമിൻ യഹോവയ്ക്ക് പ്രിയൻ. ഒരു സാക്ഷ്യം നമ്മുടെ ഓരോരുത്തരും പേര് ചേർത്തിട്ട്, യഹോവയ്ക്ക് പ്രിയൻ, എൻ്റെ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ കർത്താവിൻ്റെ പ്രിയൻ എന്നൊന്ന് കേൾക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അവർ മറ്റെല്ലാം മറന്ന് ദൈവം സാന്നിധ്യം മതി എന്ന് പറയുന്ന ഒരു ഘട്ടം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് മനസ്സിലായോ? ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി ദൈവ സാന്നിധ്യത്തിന് കീഴിലിരിക്കുന്ന ദൈവമക്കളുടെ ഒരു പ്രത്യേകത, അവർക്ക് മറ്റൊന്നും വേണ്ട. അപ്പൊ നമ്മുടെ ചിന്ത മാറി. നമ്മൾ ആദ്യം പറഞ്ഞെന്താ? നമ്മൾ പ്രിയപ്പെട്ടവരായ നമുക്ക് ഇവിടെ കുറെ ധനം കിട്ടണം, മാനം കിട്ടണം, സൽപ്പേര് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രിയമക്കളായവർക്ക് ഇതൊന്നും വേണ്ട. അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഇവിടെ പാർത്താൻ മതി, ഇവിടെ വിട്ട് പോവുകയേ വേണ്ട. ഞങ്ങളൊരു 3 കുടിലുണ്ടാക്കി തരാം. ഒന്ന് നിനക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് മോശയ്ക്കും. ഞങ്ങൾക്ക് കുടില് പോലും വേണ്ട. വീടെന്നല്ല, കുടില് പോലും വേണ്ട. ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും പുറത്ത് കിടന്നാലും വേണ്ടില്ല, പക്ഷെ ഈ ശാന്തി വിട്ട് പോകാൻ വയ്യ. ഈ നല്ല പദവി, ഈ നല്ല ശബ്ദം കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവക്കളെ, നമുക്ക് അതുപോലുള്ളൊരു ആത്മീയ സന്തോഷം ലഭിച്ചാൽ പോരെ? ഈ ലോകത്ത് അങ്ങനെ ഒരു സന്തോഷം നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ വെച്ച് നമുക്കൊരു ആത്മീയ സന്തോഷം പ്രാപിക്കണം. ആ സന്തോഷം കേൾക്കുമ്പോൾ അയ്യോ പ്രസംഗം ഒന്ന് നിർത്തിയാൽ മതി എന്നല്ല തോന്നുക.
ദൈവശബ്ദം ശരിക്കും കേൾക്കുന്ന ആത്മീക ചെവിയുള്ളവർക്ക് തിരുവചനം കേൾക്കുമ്പോൾ അവർക്ക് അത് അണ്ണാക്കിനും മധുരമായിട്ടാണ് തോന്നുക. നിർത്താൻ പറയില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ പറയും. പല ശുശ്രൂഷകളുടെ മധ്യത്തിലും എന്നോട് ആവശ്യപ്പെടുന്നത് കേട്ടിട്ട് ഞാൻ അന്തം വിട്ടിട്ടുണ്ട്. കർത്താവേ, ഇവരെന്താ ചിന്തിക്കുന്നത്, ഇനിയും ഞാൻ സംസാരിക്കണമോ, ഇനിയും പ്രസംഗിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ആത്മീക ചെവിയുള്ളവർക്ക് ആത്മീക സന്ദേശം കേൾക്കുമ്പോൾ അത് കേട്ടിരിക്കാൻ തോന്നും, വിട്ടുപോകാൻ തോന്നില്ല. ഇനിയും കുറച്ചും കൂടെ പറഞ്ഞാട്ടെ, എന്റെ ജീവിതത്തിൽ ചൈതന്യമായി വരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ആത്മാവിൽ സന്തോഷത്തോടെ അവർ ദൈവത്തെ സ്തുതിക്കും. ദൈവമക്കളെ, ഇന്ന് എന്നെ കേൾക്കുമ്പോൾ മൗനമായിരിക്കണ്ട, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ഹൃദയത്തിൽ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവേ, എനിക്ക് അങ്ങയുടെ പ്രിയ മകനാകണം. ഒരു പ്രിയ മകൾ എന്ന പദവിയിലേക്ക് എനിക്കൊരു മാറ്റം ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഈ ദുഷ്ടലോകത്തിലെ ഈ സ്ട്രെസ്സുകളും ഈ സ്ട്രെയിനുകളും അല്ലയാ ഈ ഭാരങ്ങളും ഈ ക്ലേശങ്ങളും എല്ലാം എന്നെ അലട്ടിക്കൊണ്ട് ഞാൻ നിരാശനായി, സ്തോത്രം, എന്റെ ജീവിതത്തിന് അർത്ഥമില്ലാതെ ഞാൻ മാറിപ്പോകും. അങ്ങനെ വേണ്ട. അതല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ഇത്രയും ചുറ്റുപാടുകളിൽ ഈ പ്രശ്നം എല്ലാം ഉള്ളപ്പോൾ അതെല്ലാം മറന്ന് ദൈവമക്കളെ സന്തോഷം അനുഭവിക്കുന്ന ആത്മീക നിലവാരത്തിലേക്ക് മാറണമെങ്കിൽ വഴി മറ്റൊന്നുമില്ല. നമ്മുടെ ആത്മീക നിലവാരത്തിൽ ഒരു മാറ്റം ആവശ്യമാണ്. എന്താണ് ആവശ്യം? പ്രിയ മക്കൾ എന്ന പദവിയിലേക്ക് ഒന്ന് മാറി വരണം. അതാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവിടെ ഇരിക്കുന്നത് നല്ലത് 3 കുടിലുണ്ടാക്കാം, ഇവിടെ ഇരിക്കുന്നത് മതി. ഇതാണ് അവരുടെ പ്രത്യേകത. പ്രിയ മക്കൾക്ക് എപ്പോഴും ആ പ്രിയനോടുള്ള സാമീപ്യം മതിയെന്ന് തോന്നും. അത് എപ്പോഴും നിരന്തരം അനുഭവിക്കുന്നതാണ് ജീവിതത്തിലെ വിജയം. നമുക്ക് ഇനി കാണാൻ കഴിയുന്നത് 36-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്: ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. ഞാൻ ആ വാക്യം എഴുതിയത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എന്തായാലും ഇപ്പോൾ എടുത്തെഴുതാൻ കാരണം അവർ മറ്റൊരു ദർശനം മാറി. അതായത് ഈ മോശ ഏലിയാവും അപ്രത്യക്ഷരായി. യേശു മാത്രമേ ഉള്ളൂ എന്നുള്ള അർത്ഥമുള്ളൂ. പക്ഷേ എനിക്കൊരു സന്ദേശം കിട്ടുന്നുണ്ട് അവിടെ. എന്താണ് സന്ദേശം എന്നറിയാമോ? ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. ദൈവമക്കളെ, പ്രിയ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു പദവിയുണ്ട്. അവനെ തനിയെ കാണാൻ കിട്ടും. പുരുഷാരത്തിൻ്റെ നടുവിലല്ല. ഇപ്പോൾ പേഴ്സണലായിട്ടൊരു ബന്ധം, പേഴ്സണലായിട്ട് കർത്താവിനെ അടുത്ത് കിട്ടുക, അവനെ അടുത്തൊന്ന് കാണാൻ കഴിയുക. അപ്പോസ്തലന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായല്ലോ. എത്ര ദിവസം ആത്മവിശുദ്ധയിലായ സമയത്ത് പത്മോസിലെ ഏകാന്തവാസത്തെ കിട്ടിയതൊന്നും കണ്ടു നോക്ക്. എന്നാ ദർശനമായിരുന്നല്ലേ! യേശുവിനെ തനിയെ ഒന്ന് അടുത്ത് കണ്ടു കിട്ടി. അവിടെ അവൻ വീണു കിടന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, കാൽക്കൽ വീണൊരു അനുഭവം ഉണ്ടല്ലോ. ദൈവമക്കളെ, വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിന്റെ തനിയുള്ള ഒരു അനുഭവം, കർത്താവ് എന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന അവൻ ഒറ്റയ്ക്ക് എന്നോട് സംസാരിപ്പാനായി എന്റെ സമീപത്തിലേക്ക് വരുന്ന ഒരു അനുഭവം, ഇത് ലഭിക്കുന്നത് ആർക്കാന്നറിയാമോ? പ്രിയ മക്കൾക്ക. താഴെ കുറെ പേരുണ്ട്, ശിഷ്യന്മാർ വേറെയുമുണ്ട്. അവരേശുവിനെ കാണുന്നത് എപ്പോഴും പുരുഷാരത്തിന്റെ നടുവില. അവൻ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ബഹുപുരുഷാരം കാത്തു നിൽക്കുക. ഒറ്റയ്ക്ക് കിട്ടുന്നില്ല, ഒറ്റയ്ക്ക് കാണാൻ കിട്ടുന്നില്ല. ഇത് നോക്കൂ, ഒറ്റയ്ക്ക് അവനുമായിട്ടൊരു ബന്ധം. ഇതാണ് നമുക്ക് അനുഭവിക്കാനുള്ള ആത്മീയത. ഇത് മനസ്സിലായപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പ്രിയ മക്കളാകുകയാണെങ്കിൽ ലഭിക്കുന്ന 7 അനുഗ്രഹങ്ങളൊക്കെ വായിച്ചത്. നമ്മൾ ധ്യാനിച്ചത് 7 അനുഗ്രഹങ്ങളാണ്. പഴയ നിയമഭാഗത്തു നിന്ന് മോശ പറഞ്ഞപ്പോൾ 3 അനുഗ്രഹങ്ങൾ പറഞ്ഞു. അതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ 7 അനുഗ്രഹങ്ങൾ, വേറൊന്നുമല്ല. ഒരു വിശദീകരണം, അത്രയേ ഉള്ളൂ. പത്മോസിൽ വെച്ചും ഈ 7 അനുഭവങ്ങളും യോഹന്നാൻ ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രിയനായിരുന്നു, അല്ലേ? കർത്താവിന്റെ മാർവോട് ചാരിയിരുന്ന അടുപ്പമുണ്ടായിരുന്ന യോഹന്നാനെ യേശു ഉയരത്തിൽ പോയി എന്ന് കരുതി, അവൻ കരേറിപ്പോയി എന്ന് കരുതി ഈ സാമീപ്യം നഷ്ടപ്പെടില്ലെന്ന്. ഒരു കർത്തൃദിവസം വന്നു കഴിഞ്ഞാൽ ഈ 7 അനുഭവങ്ങളും വീണ്ടും ലഭിക്കുക. ദൈവശബ്ദം കേൾക്കുന്നു, അല്ലേ? അവന്റെ ദർശനം കിട്ടുന്നു, സാമീപ്യം കാണുന്നു, ഉയരത്തിലെ കാഴ്ചകൾ. 2 പേരെന്നല്ല, മോശ ഏലിയാവിനെ മാത്രമൊന്നുമല്ല കാണാൻ പോകുന്നത്, ഹാനോക്കിനെയൊക്കെ കാണുന്നുണ്ട്, അല്ലേ? എന്ന് വേണ്ട, എത്രയോ മൂപ്പന്മാരെ കാണുന്നു. എല്ലാ ദർശനവും കിട്ടുക. ഒരു അനുഗ്രഹീതമായ ദൈവിക നന്മയാണ് പ്രിയമക്കൾ എന്ന പദവി. സ്തോത്രം. ഇതിനാണ് നമുക്ക് വാഞ്ചിക്കേണ്ടത്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതൊന്നും വേണ്ട. ഇവിടെ പ്രിയമക്കളാകുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചൊക്കെ കിട്ടും. നല്ല വീട്, അല്ലെങ്കിൽ ഉയർന്ന അനുഭവങ്ങൾ, ജോലി, സ്ഥാനങ്ങൾ, മാനങ്ങളൊക്കെ കിട്ടണം. നമുക്കൊരു തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ട്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഭൗതിക നന്മ കിട്ടണമെന്നും ഈ ആത്മീയ കാര്യങ്ങളൊക്കെ അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മതിയെന്ന. അത് തെറ്റായ ഒരു കാര്യമാണ്. ദൈവമക്കളെ, ഇത് നേരെ റിവേഴ്സാണ് നമുക്ക് ആവശ്യം. എന്താ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ ഭൂമിയിൽ വെച്ച് ഭൗതിക നന്മ ഉണ്ടായതെന്ന് സങ്കല്പിച്ച് നോക്ക്. നമുക്ക് ഒത്തിരി ധനം ഉണ്ടായി. ധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആശ മാറുമോ? ധനം കിട്ടണം നമ്മുടെ ആശ.
ഒത്തിരി ധനം കിട്ടി. ധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആശ അവിടെ തീരില്ല. നമുക്ക് പിന്നെ എന്താ അറിയോ, 4 ആളെ അറിയണം. പേര് വേണം, പ്രശസ്തി വേണമെന്ന് ചിന്തിക്കും. അപ്പൊ അതിനു വേണ്ടി പണം ചെലവഴിക്കും. 4 ആൾ അറിയുന്നവനായിട്ട് മാറും. പണം ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല. 4 ആൾ അറിഞ്ഞില്ലെങ്കിൽ പണം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് തോന്നൽ വരും. അവൻ പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി അവൻ പരക്കം പാഞ്ഞു നടക്കും. അതിനുവേണ്ടിയുള്ള ഉത്സാഹമായിരിക്കും പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. മനസ്സിലായോ? ഇതാണ് പരാജയത്തിലേക്ക് വരുന്നത്. ഇനി ഇത് ചിന്തിച്ചു നോക്ക്. ഈ ധനം ഉണ്ടെങ്കിൽ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി വെച്ച് അനർത്ഥത്തോട് കൂടിയ ധനം കിട്ടിയിട്ട് എന്താ കാര്യം? ഈ ധനം കിട്ടിയവന് വല്ല നന്മയുണ്ടോ? അവന്റെ കയ്യിൽ കുറെ പണമുണ്ട്. എന്നോ ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ധനികനുമായി സംസാരിച്ചപ്പോൾ ആ ധനികൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പൊ ധനമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഭയങ്കര ഭീതി വന്നിരിക്കുക. എന്താ ഭീതി എന്ന് അറിയാമോ? ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ഭീതികൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വാക്സിൻ വരുന്നുണ്ട്. ഈ വാക്സിൻ കുത്തി വെച്ച് കഴിഞ്ഞാൽ ചിപ്പ് ചിലപ്പോൾ കയറും. ചില വാക്സിനിൽ ചിപ്പ് ഒളിപ്പിച്ച് വെച്ചിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കതിനെ പറ്റിയിട്ടൊന്നും ശാസ്ത്രീയം അറിഞ്ഞുകൂടാ, ഇപ്പോഴത്തെ പുതിയ വാർത്തകളൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ പറഞ്ഞ വാചകം പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ അതായത് ഗൗരവമായിട്ട് എടുക്കരുത്. അപ്പോൾ ചിപ്പ് അങ്ങനെ കയറി എന്താ സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഇൻഫർമേഷൻസ് മുഴുവൻ അവർ ചോർത്തു. ഇൻഫർമേഷൻ പൊക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് എത്ര ഭാരപ്പെടുന്നത് അല്ലെന്നേ, നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്ന് പോലും അവർക്ക് പിന്നെ ഗ്രഹിക്കാൻ പറ്റും. അത്രയധികം ശാസ്ത്രം വളർന്നു എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ തൻ്റെ എല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. ഇപ്പോൾ രാത്രി ഉറക്കം വരുന്നില്ല. സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മിൽ പലർക്കും ഉള്ള പ്രശ്നം ഇതാ. അധിക ധനം വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നമാണ്. അടുത്ത ചിന്ത എന്താ അറിയോ? എപ്പോഴും ജീവൻ കയ്യിൽ നിന്ന് പോകാമെന്ന് അറിഞ്ഞൂടാ. ഇതെല്ലാം കഴിഞ്ഞ് ഉറക്കം വരാതെ കിടന്ന് നേരം വെളുത്ത് എഴുന്നേറ്റ് വന്ന് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ബൂസ്റ്റ് ചെയ്ത് നിൽക്കുക. അയ്യോ, ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും? ഇതെല്ലാം അവിടെ ഇട്ടിട്ട് പോകണ്ടേ? ഇവനൊരു സ്വസ്ഥതയില്ല, ഇവനൊരു സന്തോഷം അനുഭവിക്കുന്നില്ല, ഒരു സമാധാനം അനുഭവിക്കുന്നില്ല. ഇതാ യാഥാർത്ഥ്യം. പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി പലതും ഓടി അവസാനം എല്ലാം കൊണ്ട് കളയുകയും ചെയ്യും, എല്ലാം നശിപ്പിക്കും. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സത്യത്തിൽ വേണ്ടുന്നത് എന്താണെന്നറിയോ? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൗതിക നന്മയല്ല വേണ്ടത്, ആത്മീയ അനുഗ്രഹങ്ങളാണ്. ആണോ? ഈ ഭൂമി വെച്ച് ജീവിക്കുന്ന സമയത്ത് നമുക്ക് ആത്മീയ അനുഗ്രഹം ലഭിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്നറിയോ? ആ ആത്മീയ അനുഗ്രഹം ലഭിച്ച അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്യങ്ങളുണ്ട്. അവർക്ക് ഒത്തിരി ആത്മീയ അനുഗ്രഹമുണ്ട്. എന്താ പറയുക? സന്തോഷ സമൃദ്ധി, സമാധാന സമൃദ്ധി, പ്രത്യാശ നിർഭരമായ ഒരു ജീവിതം, കയ്പില്ലാത്ത സ്നേഹം അവരിൽ നിറഞ്ഞു നിൽക്കുന്നു, വിനയം, താഴ്മ, മനസ്സലിവ്, ഇതെല്ലാം അവരിലങ്ങ് നിറയും. അത്തരം അനുഭവം കൊണ്ട് ഈ ഭൂമി ജീവിക്കാൻ പറ്റൂ. ഇത് നമ്മിൽ നിറഞ്ഞാൽ ഈ ഭൂമിയിലെ വാസം നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. അപ്പോസ്തലന്മാർ പറയുന്ന അറിയോ? അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ നൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടം എന്ന് പറയും. ലഘുവായ സങ്കടമുള്ളൂ, ഇതൊരു ഭാരമായി തോന്നുന്നില്ല. എന്നാൽ ഇതൊന്നും, ഈ ധനങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഈ ആത്മീയ ധനങ്ങൾ ഇല്ലെങ്കിൽ ഈ ഭൂമിയിലെ വാസം നരകതുല്യമാണ്. ദൈവമക്കളെ, ഇതാണ് തിരിച്ചറിയേണ്ടത്. പക്ഷെ നമ്മൾ തെറ്റിദ്ധാരണയിൽ ഞാൻ കേട്ട ചില മോഹന വാഗ്ദാന പ്രസംഗങ്ങൾ മൂലം സംഭവിച്ച കാര്യം എന്താ അറിയോ? ഭൗതിക നന്മ വേണമെന്ന് പറഞ്ഞ് കൊതിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി വേണമെങ്കിൽ പ്രിയമക്കളാകാം. തെറ്റുപറ്റി പോയി. അതുകൊണ്ട് ദൈവമക്കളെ തിരുത്തണം. എന്താ തിരുത്തേണ്ടത്? എനിക്ക് ആവശ്യം ഈ ഭൂമി ജീവിക്കുന്ന സമയത്ത് ഭൗതിക അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയല്ല വേണ്ടത്, ആത്മീക അനുഗ്രഹങ്ങളാണ് വേണ്ടത്. ഈ ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെടും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ ഭൗതിക നന്മയൊക്കെ നമുക്ക് ലഭിക്കും. അവിടെ നമുക്ക് വേണം ഏതാ? സ്വർണ്ണത്തെരുവീതി, മുത്തുകൊണ്ടുള്ള ഗോപുരം, രമ്യഹർമ്മ്യങ്ങൾ അവിടെ ഉണ്ടെന്നേ. അവിടെ നമുക്ക് കണ്ണീരില്ല, കരച്ചിലില്ല, അല്ലേ? ആ സമയത്തല്ലേ നമുക്ക് ഇതൊക്കെ ലഭിക്കേണ്ടത്. എങ്കിലേ അതൊക്കെ ആസ്വദിക്കാൻ പറ്റൂ. ഇവിടെ കണ്ണീരും ദുഃഖവും മുറവിളിയും നിരാശയും ഭയവും ഉള്ളിടത്ത് ഇതൊക്കെ കിട്ടിയ വലിയ ആസ്വാദനമുണ്ടോ? നല്ല രീതിയിലൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്കൊരു തിരിഞ്ഞുള്ള ചിന്ത ആവശ്യമായിരിക്കുകയാണ്. അതായത് ബൈബിളിന്റെ യഥാർത്ഥ ചിന്തയിലേക്ക് ഒന്ന് മടങ്ങി വരണം. ഈ ഭൂമിയിൽ എനിക്ക് ആവശ്യം ഭൗതിക നന്മയല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനായി കാത്തിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ അബ്രഹാം ബഹുസമ്പന്നനല്ലായിരുന്നു. അതെങ്ങനെ ശരിയാവുന്നത്? ബഹുസമ്പന്നനായ അബ്രഹാം, സമ്പന്നനായ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടായി പ്രശ്നം. സമ്പത്തേറെയുള്ള അബ്രഹാമിനെ കുറിച്ച് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഞാൻ പറയാം. തൻ്റെ സഹോദരപുത്രനായ ലോത്ത് സോദോമിൽ താമസിക്കുന്നു. അവിടെ ലോത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു വീടുണ്ട്. ആ വീട് മനോഹരമാണെന്ന് പറയാൻ കാരണം എന്ന് അറിയോ? അതിൻ്റെ ഡോറ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ ഡോറ് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. പുരുഷാരം വന്ന് തള്ളി തുറക്കാൻ നോക്കുമ്പോൾ ഡോറ് പൊളിയുന്നില്ല. അത്ര സ്ട്രോങ് ഡോറ് വെച്ച ഒരു വീട്.
കാരണം അത് ആവശ്യമാണ് അവിടെ. ആ മനുഷ്യനത് ഇല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇപ്പുറത്ത് വന്ന് നോക്ക്, ഇപ്പുറത്ത് ഈ ഭക്തൻ, ഈ കോടീശ്വരൻ, ധനമുണ്ടെന്ന് പറയുന്നത് ജീവിക്കുന്ന എങ്ങനെയൊന്ന് കണ്ടായിരുന്നോ? ശ്രദ്ധിച്ചോ? ആ വീടിന് ഡോറില്ല. എന്താ കാരണം അറിയോ? കൂടാരങ്ങളിലാണ് വാർക്കുന്നത്. സാറാ കൂടാരത്തിൽ, അബ്രഹാം കൂടാരത്തിൽ. വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡോർ തള്ളിപ്പിടിക്കേണ്ട സ്ഥിതിയൊന്നും അവിടെ ഇല്ല. ഉണ്ടോ? ഇല്ല. മരത്തിന്റെ ചുവട്ടിലെ ഒരു മേശയും ഡെസ്കൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതായിരുന്നു ഭക്തന്റെ ജീവിതത്തിൽ ധനം. മനസ്സിലായോ? ധനം ഏതുമില്ലെന്ന് എണ്ണിയാൻ ആണോ? ലോകത്തിനോട് പറഞ്ഞത് എന്താ? നീ ഇഷ്ടമുള്ളത് എടുത്തോ, എത്ര വേണമെങ്കിൽ കൊണ്ടുവെക്കോ, എനിക്കിത് വിഷയമല്ല. കാരണം ഈ ധനം എന്നെ സ്വാധീനിക്കുന്നില്ല. എനിക്കാഗ്രഹം പ്രിയനോടുള്ള വാസമാണ്. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സംഭവം നടന്നു. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അബ്രഹാമിന് അനുഗ്രഹം കിട്ടി, 2 മക്കൾ കിട്ടി. ഇസ്മായിലിനും കിട്ടി. ഇസ്മായിലിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് നമുക്ക് പല തെളിവുകളുണ്ട്, ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇസഹാക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മകൻ ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ കർത്താവ് ആഗ്രഹിച്ചു, ഇവനെ പ്രിയ സ്നേഹിതനായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഇവൻ എന്നെക്കാൾ ഉപരി ഈ മകനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ? അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഈ മകനെ കൊണ്ട് ചാരാക്കാൻ പറഞ്ഞു. ആ അബ്രഹാമിന് ആകെ ഇനിയിപ്പോൾ പ്രത്യാശ ഉണ്ടായിരുന്നത് ഈ മകനാ. ധനത്തിൽ അവന് യാതൊരുവിധ വിലയുമില്ല. അപ്പോൾ വില കൽപ്പിച്ചിരുന്ന ഈ മകൻ അവന് ദൈവത്തിന് സമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ പ്രിയ സ്നേഹിതനാകൊണ്ട് സ്വന്തം ജീവനെ കൊടുക്കാൻ പോലും മടിക്കാത്തവനാ സ്നേഹിതൻ. മനസ്സിലായോ? കർത്താവിന് പ്രിയപ്പെട്ടവൻ ജീവനെ പകയ്ക്കുന്നവനാ. സ്വന്തം ജീവനെ, പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ലെന്ന് പറയുന്നവനാ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൻ. അപ്പാ ദൈവമക്കളെ, നമുക്കതിന് കഴിയുന്നുണ്ടോ? അതാ നമ്മൾ പ്രിയമക്കൾ എന്ന പദവിയിലേക്ക് എത്താത്തതിന് കാരണം. നമ്മുടെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നുണ്ടെങ്കിൽ നീ ഇപ്പോഴും പ്രിയപ്പെട്ടവനല്ല കർത്താവിന്. അബ്രഹാം തന്റെ കുഞ്ഞിനെയും കൊണ്ടുപോയി ചാരമാക്കാനായി എടുത്ത് വിറകിന്മേൽ കെട്ടി വെച്ചപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. ദൈവം അംഗീകരിച്ചു. ആ യാഗം ദൈവത്തിന് പ്രസാദിച്ചു. തിരിച്ചു വരുമ്പോൾ അബ്രഹാമിന്റെ കൂടെ ഇസാക്കുണ്ട്. ഇപ്പോൾ അബ്രഹാം പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഇത് എൻ്റെ കൂടെ വരാൻ കാരണം ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ഒരു പിടി ചാരമായിരുന്നു എൻ്റെ കയ്യിൽ വരേണ്ടത്, പകരം അവൻ തന്ന ദാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മകനെ ചേർത്ത് നടത്തുന്ന ആ മനുഷ്യന്റെ ഹൃദയം ഒന്ന് നോക്ക്. അവനെക്കുറിച്ചാണ് പറഞ്ഞത് പ്രിയ സ്നേഹിതനാണ്. നമുക്കിന്ന് പലതും വലിയതായി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ പ്രിയമക്കളാകാൻ കഴിയില്ല. ഞാൻ പെട്ടെന്ന് വാക്കുകൾ ചുരുക്കട്ടെ, സമയം തീരുകയാണല്ലോ. പ്രിയമക്കളാകാൻ എന്തൊക്കെ ചെയ്യണമെന്ന കാര്യം ഒരു 4-5 കാര്യം പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആദ്യം നമ്മൾ വായിച്ച വാക്യം നമ്മൾ മറന്നു പോകരുത്. എഫെസ്യർ വായിച്ച 5-1 വാക്യം വായിച്ചത് ഇങ്ങനെയാണല്ലോ: ആകിയാൽ പ്രിയ മക്കളെന്ന പോലെ കർത്താവിനെ അനുകരിക്കണം. പ്രിയ മക്കളാകണമെങ്കിൽ കർത്താവിനെ അനുഗമിക്കണം, കർത്താവിനെ ഫോളോ ചെയ്യണം. ഒന്നാമത്തെ നടപടി അത് തന്നെയാണ്. കർത്താവിൻ്റെ പ്രിയ മക്കളാകണമെങ്കിൽ കർത്താവിന് സ്വഭാവം കാണിക്കുന്നവർ കർത്താവിന് ഇഷ്ടമുള്ളൂ. നമ്മൾക്ക് ആരോടെങ്കിലും താല്പര്യം പറഞ്ഞെങ്കിൽ നമ്മുടെ സ്വഭാവത്തോട് അല്ലേ ഒരു ലെവലുള്ളവരെ കൂടെ നമുക്ക് പ്രിയപ്പെട്ടവരായി കൊണ്ടു നടക്കാം, സ്ത്രീതമാരായി കൂട്ടി നടക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വലിയ അപകടമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, കർത്താവിൻ്റെ പ്രിയ മക്കളാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കുക. എനിക്ക് കർത്താവിനെ ഫോളോ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, അവനെ അനുഗമിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ആ എഫെസ്യർ ലേഖനത്തിന്റെ ഈ 5-ാം അധ്യായത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചാൽ എങ്ങനെയാണ് അനുഗമിക്കുന്നതെന്ന് അവിടെ വായിക്കുന്നുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല, പ്രിയമക്കൾ വായിച്ചാൽ മതി. നമ്മുടെ കോപം, ക്രോധം, ഈർഷ്യയും എല്ലാ വിഷയത്തെക്കുറിച്ച് അവിടെ സ്പർശിക്കുന്നുണ്ട്. അവിടെ ദൈവത്തിൻ്റെ നിലപാട് എന്താണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിലും പറയുന്നത്. അവിടെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയരും വൃതരും അല്ലേ ആയുള്ളവരെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? മനസ്സലിവ്, ദയ, താഴ്മ, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട്, ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായ. ഇതാണ് കർത്താവിനെ ഫോളോ ചെയ്യേണ്ട കാര്യം. അങ്ങനെ ജീവിതം നയിക്കുകയാണെങ്കിൽ അവർ പ്രിയപ്പെട്ടവരാകുന്നതിനെ കൊലോസ്യ ലേഖനം പറയുന്നത്. ദൈവമക്കളെ, പ്രിയമക്കളാണെങ്കിൽ എന്ത് ചെയ്യണം? അവനെ ഫോളോ ചെയ്യണം. 2-ാമത്തെ കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കിയെടുത്തുന്ന ഏറ്റവും അധികം മനസ്സിലാക്കിയ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തവനെ പ്രിയമക്കളാകുവാൻ കഴിയില്ല. പ്രാർത്ഥനയാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. അതിന് ആത്മീകമായ നിലവാരത്തിൽ ഒരു ഉയർച്ച പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഞാൻ വിശദീകരിക്കുന്നില്ല. 3-ാമത്തെ കാര്യം പറയാം. 3-ാമത്തെ കാര്യം ഇങ്ങനെയാണല്ലോ നമുക്ക് ഓർക്കാൻ കഴിഞ്ഞത്. പത്രോസ് പറയുന്ന വാക്യമുണ്ട്. പ്രിയപ്പെട്ടവനായിരുന്നില്ലല്ലോ പത്രോസ് പറയുന്ന വാക്യം എന്താ? ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതാ വേണ്ടത്. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരാകണമെങ്കിൽ സകലവും വിടണം. എന്തെങ്കിലും ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റേതെന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവരാകാൻ പറ്റില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു മകൻ വിടാൻ പറ്റുമോ ഇല്ലയെന്ന് കർത്താവ് ഒന്ന് നോക്കി.
അതും അവൻ വിടാൻ തയ്യാറായപ്പോഴാണ് കർത്താവിന് പ്രിയപ്പെട്ട സ്നേഹിതനായി മാറുന്നത്. നമ്മുടെ ചിന്തയിൽ അത് വേണം. സകലവും അവന് സമർപ്പിക്കാൻ മനസ്സുള്ളവർക്ക് മാത്രമേ അവൻ്റെ പ്രിയപ്പെട്ടവനാകാനായിട്ട് കഴിയുള്ളൂ. നാലാമത്തെ കാര്യം പറയാം, അവരുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവശബ്ദത്തിനും ദൈവസാന്നിധ്യത്തിനും വിധേയപ്പെട്ട ജീവിതം നയിക്കണം. നമ്മൾ പഠിച്ച ആത്മീയ പാടാതെ ദൈവശബ്ദം കേൾക്കണം. അവനോട് ആലോചന ചോദിച്ച് വേണം മുന്നോട്ട് പോകാൻ, അല്ലേ? അവൻ ശബ്ദം കേൾപ്പിക്കും. എങ്ങനെയാ? വഴി ഇതാകുന്നു, ഇടത്തോട്ടോ വലത്തോട്ടോ മാറണോ, ഏതാണ് വഴി എന്ന് അപ്പം പറഞ്ഞു തരും. ഈ ശബ്ദം കേട്ട് പോകുന്നവരാണ് പ്രിയമക്കൾ. അതിനു വേണ്ടി കാതോർക്കണം, അവന് ചെവി കൊടുക്കണം, അല്ലേ? പ്രിയമക്കളാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പേ. പ്രിയപുത്രൻ ആരാന്നറിയോ? കർത്താവ്. അവനോട് ചേർന്ന്, അല്ലേ, യേശുവിൻ്റെ സഹോദരനായി മാറുകയാണ് പ്രിയമക്കൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ആ മൂത്ത ജ്യേഷ്ഠൻ പറയുന്നത് നമ്മളൊന്ന് കേൾക്കണം, അതിന് ചെവി കൊടുക്കണം. കാരണം അപ്പനെ കുറിച്ച് നന്നായി അറിയുന്ന ഈ മൂത്ത ജ്യേഷ്ഠനാണ്. നമ്മളെക്കാൾ കുറെ കാലം മുമ്പ് അപ്പനെ കുറിച്ച് പഠിച്ചവനല്ലേ. അങ്ങനെയെങ്കിൽ അതാണ് ആവശ്യമാണ്. അഞ്ചാമത്തെ കാര്യം പറയാൻ വേണ്ടി ഒരു വാക്യം ഞാൻ വായിക്കുക. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായം 37-38 വാക്യം. അത് ഞാനൊന്ന് ചുരുക്കി പറയാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ശ്രദ്ധിക്കുക, നമുക്ക് പ്രിയം കർത്താവിൻ്റെ പ്രിയനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കർത്താവിനേക്കാൾ അധികം വേറെ ആരെയും പ്രിയപ്പെടാൻ പാടില്ല. അടുത്തത് പറയുന്നത് ഇങ്ങനെയാണല്ലോ, അല്ലേ? മകനെയോ മകളെയോ ഒന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെടുന്നവർ യോഗ്യനല്ല, അവർക്ക് ഈ പ്രിയ പദവിയിലേക്ക് വരാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രിയപ്പെട്ടിട്ടുണ്ടോ? അതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കണ്ടത്. പ്രിയമെന്ന് തോന്നുന്നതിനെ ദൈവത്തിന് സമർപ്പിക്കുക. ഇനി അടുത്തത് വായിക്കുന്നത് നോക്കിയാൽ, തൻ്റെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കാത്തവനും യോഗ്യനല്ല. പ്രിയ എന്ന പദവിയിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ ആദ്യം വായിച്ചത് എഫെസ്യർ വായിച്ച, അല്ലേ? തൻ്റെ ക്രൂശ് എടുത്ത്, ഈ ഭാരങ്ങളും ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറിക്കിട്ടിയിട്ട് ഞാൻ വരാമെന്നല്ല, ഇതെല്ലാം ഉള്ളപ്പോഴും കർത്താവിനെ അനുഗമിക്കാൻ ഞാൻ തയ്യാറാന്ന് പറയുന്നവനാണ് പ്രിയമകൻ. അടുത്തത് പറഞ്ഞാണ്, ജീവനെ കളയാൻ തയ്യാറില്ലാത്തവൻ എനിക്ക് യോഗ്യനല്ല, കർത്താവിന് പ്രിയനാകില്ല. പ്രിയമക്കളെ, സ്വന്തം ജീവനെ വില വയ്ക്കാതെ സമർപ്പിച്ചവരായിരുന്നു കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് കർത്താവിനേക്കാൾ പ്രിയം മറ്റാർക്കും പാടില്ല. പക്ഷെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ മനസ്സിലാക്കി ചിന്തിച്ചെങ്ങനെ അറിയോ? കുറേ അത്ഭുത ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ അവരെ ആഡംബരത്തിലും സുഖത്തിലും സൗകര്യങ്ങളിലൊക്കെ ജീവിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ അറിയാതെ ചിന്തിച്ചു അവർ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് കണ്ടോ അവർ തൊടുമ്പോൾ അത്ഭുതം നടക്കുകയാണ്. യഥാർത്ഥ അത്ഭുതമോ വ്യാജ അത്ഭുതമോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത്ഭുതങ്ങൾ നടക്കുന്നല്ലോ. അവരുടെ നിലവാരം ദൈവം എത്ര ഉയർത്തിയത്! സ്റ്റാറ്റസിനനുസരിച്ച് അവരെ വാഹനങ്ങൾ മാറ്റുന്നു, ബംഗ്ലാവുകൾ പണിത് കൂട്ടുന്നു, ഒത്തിരി ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു. ദാനമഹിമയിൽ അവർ മുന്നോട്ട് പോകുകയല്ലേ. അവരല്ലേ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ ചിന്തിച്ചു. അല്ല ദൈവമക്കളെ, അല്ല ദൈവമക്കളെ. എന്താണ് കർത്താവ് പറയുന്നത്? കർത്താവേ കർത്താവേ എന്നൊക്കെ പറയുക അത്ഭുതം ചെയ്യുന്നവരൊക്കെ കാണുമ്പോൾ കർത്താവ് അവസാനം പറയുന്ന ഒരു വാചകമുണ്ട്: ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നമുക്കൊരു തെറ്റിദ്ധാരണ വന്നു, ഈ ദ്രവ്യദാസന്മാരായിരിക്കും കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെന്ന്. അല്ല ദൈവമക്കളെ, നമുക്ക് ദൈവത്തിൻ്റെ പ്രിയമക്കളായി മാറാൻ കഴിയും. വ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോയാൽ നാം കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരായി മാറും. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരായാൽ നമുക്ക് ലഭിക്കുന്ന ആത്മീക അനുഗ്രഹമാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കുക. ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളതും മറ്റൊന്നുമല്ല, ഒരു ആത്മീക നന്മയാണ്, ഒരു ആത്മീക അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു നിമിഷം കണ്ണു അടയ്ക്കാമോ? ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ പദവിയിൽ ഒരു മാറ്റം, ഒരു കയറ്റം എനിക്ക് ആവശ്യമാണ്. ഞാൻ മക്കളെന്ന പദവിയിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല. എത്ര വലിയ ഭാഗ്യമാണ് ലഭിച്ചത്, സത്യമാണ്. എന്നാൽ അതിനേക്കാൾ ഉന്നതമായ ഒരു ലക്ഷ്യം എനിക്ക് ആവശ്യമായിരിക്കുന്നു. ഒരു ഉന്നതമായ ഒരു ലക്ഷ്യം ഞാൻ കണ്ടെത്തുന്നു. അതാ അങ്ങയുടെ പ്രിയ മകനായി മാറുവാൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുവാൻ, ബെന്യാമിൻ യഹോവയ്ക്ക് പ്രിയൻ എന്ന് പറഞ്ഞതുപോലെ. സ്തോത്രം. ബെന്യാമിൻ്റെ അനുഭവം പറയാൻ സമയം കിട്ടിയില്ല. പക്ഷേ ഒന്ന് ഓർക്കുക, ബെന്യാമിൻ്റെ കാര്യത്തിൽ നോക്കുക, എല്ലാവരും നഷ്ടപ്പെട്ടു. ആരാ? അമ്മ അവൻ്റെ ജന്മത്തിലെ നഷ്ടപ്പെട്ടു. ഏക സഹോദരൻ ജോസഫ്, അവനെ ഇപ്പോൾ ഇല്ല. നോക്ക്, അപ്പൻ്റെ വാത്സല്യം ജോസഫിനായിരുന്നു, ആരുമില്ല അനുകൂലമായിട്ട്. ഈ റാഹേലിൻ്റെ മകനെ ഗവനിക്കാൻ മറ്റു സഹോദരങ്ങൾക്ക് കഴിയില്ല. വേണമെങ്കിൽ അവനെ ഉപേക്ഷിച്ച് കളയാൻ അവർ വീണ്ടും തയ്യാറാണ്. എല്ലാം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ ആശ്രയമായി, അവന് പ്രിയപ്പെട്ടവനായി ഒരു യഹോവയുണ്ടായിരുന്നു. അവൻ്റെ പ്രിയനായി മാറുവാൻ അവന് കഴിഞ്ഞു. ദൈവമക്കളെ, ഈ ലോകത്ത് നമുക്ക് പലരും ബന്ധങ്ങൾ കൈവിട്ടിരിക്കുന്നു, പലരും നമ്മെ ഉപേക്ഷിച്ചിരിക്കുന്നു, നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സന്ദർഭം ഇതായിരിക്കുന്നു. ഇത് ദൈവമൊരുക്കിയ സന്ദർഭമാണ്. അവൻ്റെ പ്രിയനായി മാറുവാനുള്ള സമയമാണ്. നമുക്ക് അവനോട് ചേർന്നിരിക്കാം, അവൻ്റെ പ്രിയനായി മാറാം. അതിനായി ദൈവം എല്ലാവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.